വനനിയമ ഭേദഗതിയിലെ വിവാദ വകുപ്പുകളിൽ മാറ്റം വരുത്താൻ നീക്കവുമായി വനം വകുപ്പ്. കർഷക സംഘടനകളുടെ പ്രതിഷേധം കണക്കിലെടുത്താണ് ഇടപെടൽ. 63-ാം വകുപ്പിന്റെ 2ാം ഉപവകുപ്പ് പൂർണ്ണമായും പിൻവലിക്കാനാണ് വനം വകുപ്പിന്റെ ആലോചന. വനം നിയമ ഭേദഗതിയിലെ 63-ാം വകുപ്പിലെ 2ാം ഉപവകുപ്പ് പൂർണ്ണമായി പിൻവലിക്കാനാണ് വനം വകുപ്പിന്റെ ആലോചന. സെഷൻ ഫോറസ്റ്റ് ഓഫീസറുടെ പദവിയിൽ കുറയാത്ത ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നവരെ വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാനോ തടങ്കലിൽ വെക്കാനോ അധികാരം നൽകുന്നതാണ് ഭേദഗതി. കർഷക സംഘടനകളുടെ പ്രതിഷേധം കണക്കിലെടുത്താണ് നീക്കം. ഇത് സംബന്ധിച്ച് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയുടെ മുന്നിൽ അഭിപ്രായം പറയുന്നതിന് മുൻപ് വനം മന്ത്രി നിയമോപദേശം തേടിയേക്കും. ഒരു സമവായ അന്തരീക്ഷം ഉണ്ടാക്കുക എന്നതാണ് മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ സ്വീകരിച്ചു പോന്നിട്ടുള്ള നിലപാട്. കർഷകരോടും വന്യജീവി വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ അതിൻ്റെ നിയമപരമായ ഉത്തരവാദിത്വവും ഒരേ സമയം നിർവഹിച്ചു പോരുക എന്ന ദ്വിമുഖ മാർഗത്തിലൂടെ പോകുമ്പോൾ അത് കുറേ ക്ലേശകരമാണ് എന്ന് മനസ്സിലാക്കണം. എന്നാലും ആ ക്ലേശകരമായ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും ചില പ്രത്യേക പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. വിവാദ വ്യവസ്ഥകൾ ഒഴിവാക്കണോ ലഘൂകരിക്കണോ എന്ന ആലോചനയും വകുപ്പിലുണ്ട്. അതേസമയം കർഷക സംഘടനകളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടതില്ലെന്ന നിലപാടാണ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്ക്. വനം ഉദ്യോഗസ്ഥർക്ക് പോലീസിന്റെ അധികാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട ബില്ലിലെ 63-ാം വകുപ്പിലെ 3 ഉപവകുപ്പുകളിലെ വ്യവസ്ഥകളിൽ പൂർണ്ണമാറ്റം കൊണ്ടുവരണമെന്നാണ് കർഷക സംഘടനകളുടെ ആവശ്യം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്കും സെഷൻ ഫോറസ്റ്റ് ഓഫീസർമാർക്കും കൂടുതൽ അധികാരം നൽകാൻ പാടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംഘടന. അറസ്റ്റിലായവരെ ഉടൻ ഫോറസ്റ്റ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കണമെന്ന നിർദ്ദേശവും ഒഴിവാക്കണമെന്നാണ് ആവശ്യം. ബില്ലിലെ വ്യവസ്ഥകളിൽ കുഴപ്പങ്ങളിൽ നിന്നും മാറ്റം വരുത്തേണ്ടതില്ലെന്നും ആദ്യം വാദിച്ച മന്ത്രി AK ശശീന്ദ്രൻ മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് നിലപാട് മാറ്റിയത്. ബില്ല് സംബന്ധിച്ച് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സർക്കാരിനെ വെള്ളിയാഴ്ച വരെ അറിയിക്കാം. ബില്ലിന്റെ മലയാളം പകർപ്പ് നിയമസഭയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. വനം അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഇമെയിലിൽ ലഭിച്ച പരാതികൾ എണ്ണിത്തിട്ടപ്പെടുത്തി വരികയാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.